ഹായ് ഫ്രണ്ട്സ്, ലാൽസ് ടെക്കുകളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫാൻസി ലാമ്പാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലത് 4x ഷീറ്റാണ്. ഇതിവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 4x 5mm തിക്നെസ് ഉള്ള ഷീറ്റാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇത് ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്നവരും ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു സൈഡിലേക്കുള്ള പീസ് ആദ്യം മുറിച്ചെടുക്കാം. അത് ഇവിടെ വരുന്നത് 15 സെൻറ്റിമീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസാണ് ആദ്യം നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം അത് ഒന്ന് മുറിച്ചെടുക്കാം. നമ്മളിവിടെ 4 പീസ് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 15, 25 സെൻറ്റിമീറ്റർ സൈസിലുള്ള 4 പീസ് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ തന്നെ വേറൊരു സെറ്റും കൂടി വേണം. ഇത് നമ്മൾ 5mm തിക്നെസ്സുള്ള 4x ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ട അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3mm ഷീറ്റ് മതി. ആ 3mm ഷീറ്റാണിത്. ഇതിൽ ഇതേ സൈസിൽ തന്നെ മുറിച്ചെടുത്താണ് 15, 25 സെൻറ്റിമീറ്റർ സൈസിൽ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ ഫ്രെയിം നമുക്ക് ഇതിൽ നിന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് വെട്ടി ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഈ 3mm ഷീറ്റിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ 2 പീസ് നമുക്ക് 3mm ഷീറ്റിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ആർച്ച് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഫ്രെയിമും കൂടി ഒന്ന് വരച്ചെടുക്കണം. ഇപ്പോൾ വരച്ചെടുത്ത് നമുക്കൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുക്കാം. നമുക്ക് ഈ വരച്ചത് ഈ 2 പീസും നമുക്ക് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാം. ഇത് വേർപെടുത്തി കൊടുക്കാം. ആവശ്യമില്ലാത്ത പീസുകളൊക്കെ മാറ്റിയെടുക്കാം. ഇപ്പം നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ മുറിച്ച് വെച്ച 5mm തിക്നെസ്സുള്ള 15, 25 പീസിൻ്റെ മേലേക്ക് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മളിത് പശ വെച്ച് ഒട്ടിച്ചെടുത്തത് ഈ ഫ്രെയിം നേരത്തെ ആ ഷീറ്റുമ്പിലേക്ക് ഒട്ടിച്ചെടുക്കണം. 4 സൈഡ് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഈ ആർച്ചിൻ്റെ ഫ്രെയിമും കൂടി ഇതിലേക്ക് വയ്ക്കുക. ഇത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഇവിടെ വരുന്ന ഈ 2 ഗ്യാപ്പും കറക്റ്റ് ആവുക നോക്കുക. 2 ഈക്വൽ ആവുക. എവിടേക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാണ്ടെങ്കിൽ പതുക്കെ ഒന്ന് അങ്ങോട്ട് നിരക്കി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, മതി. ഇനി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മതി. ഇനി ഇതേപോലെ 4 പീസുകളും ഒട്ടിച്ചെടുത്ത് ഒന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം വയ്ക്കുക. നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ 4 പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ വശങ്ങൾ തമ്മിൽ യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്, ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് ഈ ഉൾഭാഗം ഒന്ന് ചെത്തിക്കളയേണ്ടു, എന്നാലേ കറക്റ്റ് യോജിപ്പാവുള്ളൂ. അപ്പോൾ അതിന് ഈ ഉൾഭാഗത്തുനിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് ചെത്തിക്കളയണം. അപ്പോൾ അതിന് ഇതേ സൈഡിൻ്റെ അതേ തിക്നെസ് തന്നെ ഇട്ട് ഇവിടെ നിന്നൊന്ന് അതേ വീതിക്കൊന്ന് വരച്ചെടുക്കാം. വരച്ചെടുത്തിട്ട് അതൊന്ന് ചെത്തിക്കളയാം ഈ മൂല. അപ്പോൾ ഒരു മൂർച്ചയുള്ള ബ്ലേഡോ കനം കുറഞ്ഞ കത്തി ഉപയോഗിച്ചൊന്ന് ഇതേപോലെ ഒന്ന്
ചെത്തികളയാം. നമ്മളിതാ ഇതിൻ്റെ ഈ പിൻഭാഗത്തെ ഈ സൈഡ് ഭാഗം കത്തി കൊണ്ട് ചെത്തിയെടുത്തതാണ്. 4ൻ്റെയും നമ്മളങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ ചെത്തിയെടുത്ത ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് സാൻഡ് പേപ്പറിൽ ഇതേപോലെ ഒന്ന് ചെരിച്ച് പിടിക്കുക. ഒരു 45 ഡിഗ്രി ചെരിച്ച് പിടിക്കുക. ചെരിച്ച് പിടിച്ചതിന് ശേഷം സമം വെച്ച് ഒന്ന് ഉരച്ചെടുക്കാം. 2 സൈഡും ഇതേപോലെ തന്നെ സമം ഒന്ന് ഉരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണൊന്ന് അപ്ലൈ ചെയ്യും. ഇതുപോലെ നമുക്ക് ഈ 4 പീസുകളും ഒരുമിച്ച് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് 4ഉം കൂടി ചേർത്ത് ഒട്ടിക്കാം. അതിനായിട്ട് ഈ പോയിന്റിൽ, ഈ മൂലയിൽ നമുക്ക് സെല്ലോ ടേപ്പ് പതുക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളിൽ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യാം. ഈ 4 ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് വരുന്ന പീസാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. സമചതുരത്തിലുള്ള ഒരു കഷ്ണമാണത്. ഇതിൻ്റെ വീതി നമ്മൾ 15 സെൻറ്റിമീറ്ററാണ് നേരത്തെ എടുത്തിരുന്നത്. ഈ ഒരു പീസ് വരുന്നത് 16 സെൻറ്റിമീറ്റർ. ഇതിനെ നമ്മൾ ഈ 16 സെൻറ്റിമീറ്ററിൻ്റെ മേലെ കയറ്റി വയ്ക്കുന്നു. അപ്പോൾ സൈഡിലേക്ക് കുറച്ചൊരു ഫ്രെയിം പോലെ നമുക്ക് കിട്ടും. ഇനി വേറൊരു പീസ് കൂടി നമ്മൾ എടുക്കുന്നു. 18 സെൻറ്റിമീറ്റർ ആണത്. 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതും അങ്ങനെ തന്നെ ഇതിൻ്റെ മേലെ കയറ്റി വയ്ക്കുന്നു. അങ്ങനെ ഇത് ഇതിൻ്റെ മേലെ കയറ്റി വെച്ച് ചുറ്റുപാടും ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും തുല്യമാക്കിയതിന് ശേഷം നമുക്ക് പശ ഇട്ട് കൊടുക്കാം. നമ്മളിത് ഈ അടിയിലത്തെ പീസിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ഫ്രണ്ടിലേക്ക് ഗ്ലാസ് പീസാണ്. ഒന്നുമില്ലെങ്കിൽ ഗ്ലാസ് വയ്ക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഉള്ളിൽ വൈറ്റ് പേപ്പർ, കനുള്ള വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഉള്ളിൽ ലൈറ്റ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവുക. അതാണ് നമ്മളിവിടെ ഈ ഒരു പീസാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് അക്രിലിക്കിൻ്റെ ഷീറ്റാണ്, ഗ്ലാസ് അല്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സൈസിൽ നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 4 സൈഡിലേക്ക് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നുമായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പശ ഇട്ട് കൊടുക്കാം. ഫെവി ബോണ്ടാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കണത്. ചെറിയ തോതിൽ പശ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി സെറ്റാക്കി കൊടുക്കാം. അത്രയും മതി. നമുക്കത് ചുറ്റുപാടും 4 സൈഡിലും ഗ്ലാസ് അക്രിലിക് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗത്തേക്ക് വരുന്ന പീസാണ്. അതിനായിട്ട് നമ്മൾ 17 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ ഒരു 3 പീസുകൾ 5 mm 3 പീസുകൾ തമ്മിൽ മേൽക്ക് മേലെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ച് ഉണങ്ങിയെടുത്ത പീസാണ്. ഈ പീസിനെ ഇതിൻ്റെ മേലേക്ക് വരികയാണ്. ഇതിൻ്റെ മേലത്തെ ആദ്യത്തെ ലെയറാണിത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഈ അരുഭാഗം ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നമുക്കൊരു 1.5 സെൻറ്റിമീറ്റർ ഒരു ബോർഡർ ലൈൻ ഇടുക. ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ ഇട്ടാൽ മതി. എന്നിട്ട് ഈ ബോർഡർ ലൈനിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്ന ഈ ഭാഗം, ഈ മൂലഭാഗം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതൊന്ന് ചെത്തി
എടുക്കാം നമുക്ക് ആദ്യം. ഇതൊന്ന് ചെത്തിയെടുത്ത് ബാക്കി വരുന്ന ഭാഗം ഒന്ന് ചെത്തിയെടുത്തതിന് ശേഷം സാൻഡ് പേപ്പർ ഇട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയും ചെയ്യാം നമുക്ക്. നമ്മൾ ഈ പീസിനെ 4 ഭാഗം ഈ മൂല ഉരുട്ടി സാൻഡ് പേപ്പറിൽ ഉരച്ചെടുത്തിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് വയ്ക്കാം. ഇനി ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഒരു ലെയറും കൂടി വരും. ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടി വരും. 13 സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ആ പീസ് വരുന്നത്. അതാണ് ഇത് അതിൻ്റെ മേലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഈ 4 ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ ഉരുട്ടി എടുക്കേണ്ടതുണ്ട്. അതിനൊന്ന് മാർക്ക് ചെയ്യാം. ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഈ പീസിനെ ഇതിൻ്റെ മൂലഭാഗമൊക്കെ ഉരുട്ടി ഫിനിഷ് ചെയ്ത് സാൻഡ് പേപ്പറിൽ ഉരച്ച് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ വരുന്ന സെക്കൻഡ് ലെയറാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ബൾബിനെ ഇറക്കി കൊടുക്കാനായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മളിതെല്ലാം ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് വെച്ച് കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് 4 സൈഡും കറക്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതിലേക്കാണ് ഹോൾഡർ ഇറങ്ങി നിൽക്കുക. ഏറ്റവും ടോപ്പിൽ ഈ ഒരു പീസ് കൂടി നിൽക്കും. ആ പീസും കൂടി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന്റെ മേലെയാണ് ഈ ഹോൾഡറിന്റെ ഈ ക്യാപ്പ് വരുന്നത്. ഇനി ടോപ്പിനെ ഇതിന്റെ മേലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യണം. ഇത് തുറക്കുകയും മടക്കുകയും ചെയ്യാവുന്ന വിധത്തിൽ വേണമെന്നത് ഇവിടെ വെക്കണമെങ്കിൽ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു സംവിധാനം, ഇതുപോലത്തെ ഒരു കഷ്ണം പീസ് എടുത്തിട്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ 2 സൈഡിലും വേറെ ചെറിയ 2 പീസുകൾ വെച്ചിട്ടുണ്ട് ഇതിന് സപ്പോർട്ടായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിന് സൂപ്പർ ഗ്ലൂ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചെറിയ കമ്പി ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി ഇതിൻ്റെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2ൻ്റെയും ഉള്ളിലേക്ക് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഹോളിലേക്ക് നമുക്ക് സ്ക്രൂ കയറ്റി കൊടുക്കാം. ഇനി അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നന്നായിട്ട് ടൈറ്റായിട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കട്ട 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഈ 2 കട്ട വെച്ചിട്ടില്ലേ അതിൻ്റെ നെറിയിലായിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യണം. സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂ ലൂസാക്കി അതിനെ പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം ആദ്യം. ഇപ്പോൾ വെറുതെ ഒന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പശ വെച്ച് കൊടുക്കുക. ഈ ടോപ്പ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ
4 സൈഡിലും കറക്റ്റ് ചെയ്തിട്ട് ഉള്ള പൊസിഷനിൽ വേണം വെക്കണമെങ്കിൽ. ഇനി ഇതിങ്ങനെ ഇരുന്ന് ആ പശ ഉണങ്ങി ശേഷം നമുക്ക് ഈ സ്ക്രൂ ലൂസാക്കിയിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കാം. ഇനി ചെയ്യേണ്ടത് സ്പ്രേ പെയിൻ്റാണ്. പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഗ്ലാസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതുമ്മേ ഒരു മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഗ്ലാസ്സുമിലും മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുക്കാം. ലാമ്പിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.